പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ. പോറ്റിയെ കയറ്റിയെ പാട്ട് കോൺഗ്രസിനെതിരെ പ്രയോഗിച്ച മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വിപ്ലവ ഗാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു തെരഞ്ഞെടുപ്പിനെയും പൂർണ്ണതോതിൽ സ്വാധീനിച്ചിരുന്നില്ല. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു പാട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പോറ്റിയെ കയറ്റി എന്ന പാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വരുത്തിവെച്ച ക്ഷീണം ചെറുതല്ല. ഇടത് ഹൈന്ദവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഈ പാട്ട് കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുന്ന തരത്തിലേക്ക് മാറുന്ന അവസ്ഥയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് നേരെ നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കയറ്റിയത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവാദത്തിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് എങ്ങനെയാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പോറ്റി ആദ്യം കയറിയത് എവിടെയാണ്? സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് അടൂർ പ്രകാശ് പറയുന്നു. പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അദ്ദേഹം? എങ്ങനെയാണ് മഹാതട്ടിപ്പുകാർക്ക് സോണിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച എന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്നാണ് വന്നതെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അടൂർ പ്രകാശിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. കേസിന്റെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ പങ്കില്ലെന്നാണ് പിണറായി വിജയൻ വിശദീകരിച്ചത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്നെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും തനിക്കൊരു ഭയവുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. SIT വിളിപ്പിക്കുമ്പോൾ ഉറപ്പായും കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും എവിടെയും ഒളിച്ചോടി പോകില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പണിയാണ് നടക്കുന്നതെന്ന ആരോപണം അടൂർ പ്രകാശ് ആവർത്തിച്ചു.